ഹായ് ഫ്രണ്ട്സ്, സാധാരണ നമ്മൾ സോളാർ വെക്കുമ്പോൾ എന്താണ് നോക്കുന്നത്? പാനലിന്റെ ക്വാളിറ്റി, ഇൻവെർട്ടറിന്റെ ബ്രാൻഡ്, പ്രൈസ്, സബ്സിഡി തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു മുഴുവൻ സിസ്റ്റവും നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ വീടിന്റെ റൂഫിലല്ലേ? അപ്പോൾ അത് സ്ട്രോങ് അല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ റൂഫ് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളാർ സിസ്റ്റം എത്ര കോസ്റ്റ്ലി ആയാലും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളിലെ 9ാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പേഴ്സണലായിട്ട് കണ്ട ഒരു സംഭവം പറയാം. ഒരു കസ്റ്റമർ 4 ലക്ഷം രൂപയോളം ചെലവിട്ടിട്ട് ഒരു ഹൈ കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ഒരു ഷീറ്റ് റൂഫിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റലേഷനൊക്കെ പെർഫെക്റ്റ് ആണ്, പ്രൊഡക്ഷനൊക്കെ വളരെ നല്ലതാണ്, വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റും നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ സോളാർ പാനൽ വെച്ചിട്ടുള്ള റൂഫ് ആണെങ്കിൽ വളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ സോളാർ പാനലുകൾ മുഴുവൻ അഴിച്ചെടുത്ത് ഈ സ്ട്രക്ചറുകളെല്ലാം ബലപ്പെടുത്തിയതിന് ശേഷം വീണ്ടും സ്ട്രക്ചർ പണിത് തന്നെ വെക്കേണ്ടതായിട്ട് വന്നു. ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ റൂഫിന്റെ ലോഡിംഗ് കപ്പാസിറ്റി ഈ ഒരു ഡീലർ പ്രോപ്പർലി ചെക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടേ, സോളാർ പാനൽ, സ്ട്രക്ചർ, ആക്സസറി എല്ലാം കൂടി തന്നെ ഒരു എക്സ്ട്രാ വെയിറ്റ് ആണ് നിങ്ങളുടെ റൂഫിൽ വരുന്നത്. ഇനി ഏത് ടൈപ്പ് റൂഫ് ആയാലും നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചിരിക്കണം. ഈ വീടിൻ്റെ പഴക്കം, കോൺക്രീറ്റിൻ്റെ തിക്നെസ്, ക്വാളിറ്റി എന്നിവയൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം വേണം ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്യാനായിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് സ്ട്രക്ചറിന് അടിയിലായിട്ട് തണുപ്പ് ലഭിക്കുന്നതിനായിട്ട് ഓട് പാകാറുണ്ട്. അപ്പോൾ കോൺക്രീറ്റിന് ശരിക്കും തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വരുന്ന ഡീലറോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷീറ്റ് റൂഫ് ആണെങ്കിൽ നമ്മൾ GI അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും വെയിറ്റ് താങ്ങുവാനുള്ള കരുത്തോടു കൂടി ആയിരിക്കില്ല ചെയ്യുന്നത്. അത് ആ ഷീറ്റിംഗ് റൂഫിൻ്റെ മാത്രം വെയിറ്റ് ഉദ്ദേശിച്ചായിരിക്കും പലപ്പോഴും ഇത്തരം സ്ട്രക്ചറുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന് മുകളിലേക്ക് സ്ട്രക്ചറുകൾ പണിയാവൂ. അതുപോലെ തന്നെ ഓടിട്ട വീടുകൾ, കോൺക്രീറ്റിന് മുകളിൽ ഓടിടുന്നു, ചിലരൊക്കെ ആണെങ്കിൽ സ്ട്രക്ചർ അടിച്ചിട്ട് ഓടിടുന്നു. അപ്പോൾ ഈ രീതിയിൽ ഓടിടുന്ന വീടുകൾക്ക് സോളാർ പാനൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ലീക്കേജ് വളരെ സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഈ സ്ട്രക്ചർ പണിയുന്ന സമയത്ത് ഈ ഓടിന് വളരെയധികം ഡാമേജ് വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമിനെ വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട്. ഇല്ല എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് 1 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം പോലും 50 മുതൽ 80 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റ് വരാറുണ്ട്. ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തു. ഒരു പ്രതലത്തിലല്ല അത് വരുന്നത്, സ്പ്രെഡ് ചെയ്തായതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആവശ്യമായൊരു സ്ട്രെങ്ത് അവിടെ ഉണ്ടായിരിക്കണം. റൂഫ് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ ഗസ് ചെയ്യരുത്. അതൊരു പ്രോപ്പറായിട്ട് ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്യാവൂ. ഈ ഒരു കാര്യത്തിൽ ആളുകൾ സാധാരണ ചെയ്യുന്ന വലിയ തെറ്റുകൾ എന്ന് പറയുന്നത്, ഡീലർ പറഞ്ഞതിൽ മാത്രം വിശ്വസിച്ച് മുൻപോട്ട് പോകും. അതുപോലെ പഴയ വീടിൻ്റെ ഒരു സ്ട്രെങ്ത് കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ സ്ട്രക്ചർ ഹൈറ്റ് കൂട്ടി ചെയ്യുന്ന സമയത്ത് വിൻലോഡ് ഇഗ്നർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു കോൺക്രീറ്റോ അല്ലാത്ത പ്രതലങ്ങളൊക്കെ വരുമ്പോൾ ലീക്കേജിനുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഈ മിസ്റ്റേക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വലിയ എക്സ്പെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുന്നേ റൂഫ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ആവശ്യമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ടോ തന്നെ ഈ ഒരു അഡ്വൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീക്ക് ആണെങ്കിൽ അത് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യണം. സ്ട്രക്ചർ ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം. അത് കാറ്റിനെയൊക്കെ പ്രതിരോധിക്കുന്നവയായിരിക്കണം. വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കൃത്യമായിട്ട് ഉറപ്പാക്കണം. കുറച്ച് എക്സ്ട്രാ ചിലവ് വന്നാലും ഫ്യൂച്ചറിൽ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. സോളാർ എന്ന് പറയുന്നത് ഒരു 20-25 വർഷമെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. റൂഫ് സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ സോളാർ സിസ്റ്റം സേഫും ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. റൂഫിൻ്റെ സ്ട്രെങ്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 കാര്യങ്ങളുടെ വീഡിയോ സീരീസിലെ 9ാമത്തെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോളാർ സിസ്റ്റത്തെ പറ്റി കൂടുതലായി പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.